ഡ്രീം ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രകൃതിയുടെ മടിത്തട്ടിലെ ദൃശ്യവിസ്മയം ഇടുക്കിയിലെ ചെറുതോണി ഡാമിന് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രകൃതി രമണീയമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഹിൽവ്യൂ പാർക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു കുന്നിൻ മുകളിൽ പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനായി ഒരുക്കിയിട്ടുള്ള ഈ ഇടം സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ ഒട്ടും പിന്നിലല്ല. സാധാരണ ഡാമുകളോട് ചേർന്നുള്ള പാർക്കുകൾ ഡാമിന്റെ താഴെയോ മുന്നിലോ ആയാണ് കാണപ്പെടാറ്. എന്നാൽ ഹിൽവ്യൂ പാർക്ക് ഈ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ചെറുതോണി ഡാമിനേക്കാൾ ഉയർന്ന തലത്തിലാണ് ഈ പാർക്ക് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പ്രത്യേക സ്ഥാനമായതുകൊണ്ട് തന്നെ ഡാമിന്റെ വിശാലമായ ജലാശയം, ഇടുക്കി ചെറുതോണി ഡാമുകൾ ഇവയെല്ലാം ഒരുമിച്ച് കാണാം. പുൽമേടുകളും വൃക്ഷങ്ങളും നിറഞ്ഞ പ്രകൃതിയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കിയുടെ മൊത്തത്തിലുള്ള മനോഹാരിത ഇവിടെ നിന്നും കൺകുളിർക്കെ കാണാം. കാഴ്ചകൾക്ക് പുറമെ പാർക്കിന്റെ ഏറ്റവും മുകളിൽ സാഹസികമായ വിനോദങ്ങൾക്കായി പ്രത്യേക സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഈ വിനോദോപാധികൾ ഹിൽവ്യൂ പാർക്കിലേക്കുള്ള യാത്ര കൂടുതൽ രസകരമാക്കുന്നു. നഗരത്തിരക്കുകളിൽ നിന്നും മാറി ശാന്തമായ അന്തരീക്ഷത്തിൽ സമയം ചെലവഴിക്കാനും പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കാനും പറ്റിയ ഒരിടം കൂടിയാണിത്. ചുരുക്കത്തിൽ ചെറുതോണി ഡാമിന്റെ സൗന്ദര്യം പൂർണ്ണമായി ആസ്വദിക്കാൻ സാധിക്കുന്ന പ്രകൃതിയും സാഹസിക വിനോദങ്ങളും ഒത്തുചേരുന്ന ഒരു അവിസ്മരണീയമായ കേന്ദ്രമാണ് ഹിൽവ്യൂ പാർക്ക്. വണ്ടി പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത് മേളിലേക്ക് പോകുമ്പോൾ ഹിൽവ്യൂ പാർക്കിന്റെ ശാന്തവും മനോഹരവുമായ ഈ തടാകമാണ് ആദ്യം നമ്മൾ കാണുന്നത്. സാധാരണ ദിവസങ്ങളിൽ തെളിഞ്ഞ ജലത്തിലൂടെ കുട്ടവഞ്ചിയിൽ തുഴഞ്ഞു നീങ്ങാനുള്ള അവസരം ഇവിടെയുണ്ട്. എന്നാൽ നിർഭാഗ്യവശാൽ ഞങ്ങൾ എത്തിയത് കനത്ത മഴയുടെയും റെഡ് അലർട്ടിൻ്റെയും ദിവസമായിരുന്നതിനാൽ ജലവിനോദങ്ങൾക്കെല്ലാം താൽക്കാലിക നിരോധനം ഉണ്ടായിരുന്നു. ആകാശത്തു നിന്ന് പറന്നിറങ്ങുന്നത് പോലെ സാഹസികമായ സിപ്പ് ലൈൻ യാത്ര അവസാനിക്കുന്നതും ഈ തടാകക്കരയിലാണ്. തടാകത്തിന് ചുറ്റിലുമായി ഇളം പച്ചനിറത്തിലുള്ള ആകർഷകമായ ധാരാളം വിശ്രമ കേന്ദ്രങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അവ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ണിന് കുളിർമ നൽകുന്ന പച്ച പുൽത്തകിടികളും അതിലൂടെ കല്ലുകൾ പാകിയ മനോഹരമായ നടപ്പാതയും ചേർന്ന് ഇവിടം കൂടുതൽ മനോഹരമാക്കുന്നു. ഇടുക്കിയുടെ പ്രകൃതി ഭംഗി ഒപ്പിയെടുക്കാൻ പറ്റിയ ഒരു മികച്ച ലൊക്കേഷനാണ് ഇത്. ടൂറിസ്റ്റുകൾക്ക് ഈ മനോഹരമായ കാഴ്ചയുടെ ഭാഗമാകാൻ വേണ്ടി കേരള ടൂറിസം വകുപ്പ് ഒരുക്കിയ ഒരു ആകർഷകമായ ഫോട്ടോ ഫ്രെയിമാണ് ഇടുക്കി വൈബ്സ്. ഈ വലിയ മഞ്ഞ ഫ്രെയിം പുറകിലുള്ള ഗംഭീരമായ ഡാമിൻ്റെയും മലകളുടെയും പശ്ചാത്തലം ഒരു ചിത്രമായി ഫ്രെയിം ചെയ്യാൻ സഹായിക്കുന്നു. ഇടുക്കിയുടെ മനോഹാരിത ഓർമ്മകളായി സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഫ്രെയിമിനുള്ളിൽ നിന്ന് ചിത്രമെടുക്കുന്നത് ഒരു മികച്ച അനുഭവമായിരിക്കും. മനോഹരമായ ഈ കാഴ്ച ആസ്വദിക്കാൻ സുരക്ഷിതമായ കൈവരികളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് ഇടുക്കി ആർച്ച് ഡാമിൻ്റെയും ചെറുതോണി ഡാമിൻ്റെയും കാഴ്ചകളാണ്. മഴക്കാലമായതുകൊണ്ട് ജലനിരപ്പ് ഉയർന്ന് നീല കലർന്ന പച്ച നിറത്തിൽ ഡാം നിറഞ്ഞു നിൽക്കുന്നത് കാഴ്ചയ്ക്ക് കൂടുതൽ ഭംഗിയേകുന്നു. പച്ചപ്പ് നിറഞ്ഞ മലകൾ, ശാന്തമായ ജലാശയം, മേഘാവൃതമായ ആകാശം എന്നിവയെല്ലാം ചേർന്ന് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു വിസ്മയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മൊത്തത്തിൽ പ്രകൃതിയുടെ ഈ മനോഹരമായ ചിത്രം നിങ്ങളുടെ ഓർമ്മകളിൽ സൂക്ഷിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഇടങ്ങളിലൊന്നാണ് ഈ വ്യൂ പോയിന്റ്. നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. മനോഹരമായി കല്ലുവിരിച്ച ഈ പാതയിലൂടെ നമുക്ക് കുറച്ചുകൂടി മുകളിലേക്ക് കയറാം. മുകൾ ഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ സാഹസിക വിനോദങ്ങൾക്കായുള്ള പ്രത്യേക ഇടവും കുട്ടികൾക്കായുള്ള കൂടുതൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നമ്മെ കാത്തിരിക്കുന്നു. ഈ ഭാഗത്തെ ഓരോ വിനോദത്തിനും ഇവിടെ നിന്ന് പാസുകൾ എടുക്കേണ്ടതുണ്ട്. എല്ലാ വിനോദങ്ങളുടെയും ടിക്കറ്റ് നിരക്കുകൾ വ്യക്തമായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. പാർക്കിന്റെ ഈ മുകൾ തട്ട് കുട്ടികൾക്കൊരു വിസ്മയ ലോകമാണ്. വിവിധ വലിപ്പത്തിലും രൂപത്തിലുമുള്ള വർണ്ണാഭമായ സ്ലൈഡുകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം.
ഓരോ സ്ലൈഡുകളിലും അവർ ആർത്തുല്ലസിച്ച് താഴേക്ക് ഊർന്നിറങ്ങുന്നത് കാണാൻ തന്നെ സന്തോഷമാണ്. കൂടാതെ കുഞ്ഞു മനസ്സുകൾക്കായുള്ള ചില ലഘു സാഹസിക വിനോദങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ സാഹസിക വിനോദങ്ങളിൽ ഏർപ്പെടുമ്പോൾ സുരക്ഷയ്ക്ക് പരമപ്രധാനമാണ്. അവരെ സഹായിക്കാനും മേൽനോട്ടം വഹിക്കാനുമായി പരിശീലനം ലഭിച്ച ജീവനക്കാർ ഇവിടെയുണ്ട്. അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സുരക്ഷാ ബെൽറ്റുകൾ ധരിച്ചതിന് ശേഷം മാത്രമേ കുട്ടികളെ ഇത്തരം വിനോദങ്ങളിൽ പങ്കെടുപ്പിക്കാവൂ. കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവർക്കും ആവേശം പകരുന്ന നിരവധി വിനോദങ്ങൾ ഇവിടെയുണ്ട്. സ്കൈ സൈക്ലിംഗ്, റോപ്പ് വാക്ക്, സിപ്പ് ലൈൻ തുടങ്ങിയവ.
നമുക്കിനി പാർക്കിൻ്റെ ഏറ്റവും മുകളിലേക്ക് പോകാം. ഹിൽ വ്യൂ പാർക്ക് എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മലയുടെ മുകൾത്തട്ടിലാണ് ഈ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്തോറും കാഴ്ചകൾ കൂടുതൽ വിസ്തൃതമാകും. ഈ പടവുകൾ കയറി കുറച്ചുകൂടി മുകളിലേക്ക് നടക്കണം. കുട്ടികൾ ഓടിക്കയറുന്ന ആവേശത്തോടെ നമുക്ക് മുതിർന്നവർക്കും അങ്ങോട്ട് എത്താൻ കഴിഞ്ഞാൽ നന്നായി. മുട്ടുവേദനയുള്ളവരും കാലിന് വേദനയുള്ളവരും മുകളിൽ എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും മുകളിൽ എത്തിയാൽ നമ്മെ കാത്തിരിക്കുന്നത് അതിമനോഹരമായ ഒരു പവലിയനാണ്. ഇടുക്കിയുടെ വിശാലമായ പ്രകൃതി ഭംഗി ഇവിടെ നിന്നാൽ ഒരൊറ്റ ഫ്രെയിമിൽ ഒപ്പിയെടുക്കാം. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ പാർക്ക് മൊത്തത്തിലൊരു ഏരിയൽ വ്യൂ പോലെ മനോഹരമായി കാണാം. നമ്മൾ നേരത്തെ കണ്ട സിപ്പ് ലൈൻ പാതകളും സാഹസിക വിനോദ കേന്ദ്രങ്ങളുമെല്ലാം ഇപ്പോൾ നമുക്ക് താഴെയാണ്. ഈ ഭാഗമാണ് ഇടുക്കിയുടെ സൗന്ദര്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം. ഇവിടെ നിന്നാൽ താഴെ കുട്ടികളുടെ കളിസ്ഥലം, ശാന്തമായ തടാകം, ചുറ്റുമുള്ള പച്ചപ്പ് എന്നിവയെല്ലാം ദൃശ്യമാകും. സാധാരണയായി വിനോദങ്ങൾ 6 മണിയോടെ അവസാനിക്കുമെങ്കിലും പാർക്ക് 7 മണി വരെ തുറന്നിരിക്കും. അതുകൊണ്ട് തന്നെ ഡാമിൽ ലൈറ്റുകൾ തെളിയുന്നതോടെയുള്ള രാത്രിയുടെ മാന്ത്രിക സൗന്ദര്യം കൂടി നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാനും ഓർമ്മകളിൽ സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ എങ്ങനെയാ, ഇടുക്കിയിലേക്കുള്ള അടുത്ത യാത്രയിൽ ഹിൽ വ്യൂ പാർക്ക് വിട്ടുപോകില്ലല്ലോ? അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക്